ക്വാളിറ്റിയിൽ ഓണം, ഓഫറുകളുടെ നല്ല ഓണം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഓണം മെഗാ ഓഫർ വെറും 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ, നേടൂ കൈ നിറയെ സമ്മാനങ്ങൾ. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ ചൊക്കാട് ചിങ്ങക്കല്ല് ആദിവാസി ഉന്നതിയിലെ കുട്ടികളുടെ പഠനം മുടങ്ങിയ സംഭവം പ്രശ്നപരിഹാരത്തിന് നടപടി. റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ ഇടപെട്ട് യാത്രാ സൗകര്യം ഒരുക്കി. തിങ്കളാഴ്ച കല്ലാമൂല GLP സ്കൂൾ PTA മീറ്റിംഗ് ചേർന്ന് നടപടികൾ തീരുമാനിക്കും. TDP അധികൃതർ യാത്രാ സൗകര്യം ഒരുക്കാത്തതിനാൽ ചിങ്ങക്കല്ല് ആദിവാസി ഉന്നതിയിലെ കുട്ടികളുടെ പഠനം മുടങ്ങിയിരിക്കുകയാണ്. ഈ അധ്യയന വർഷത്തിൽ LKG മുതൽ 8ാം ക്ലാസ് വരെയുള്ള 8 കുട്ടികളുടെ പഠനമാണ് മുടങ്ങിയിരിക്കുന്നത്. സ്കൂൾ തുറന്ന ഘട്ടത്തിൽ ആദ്യ ദിവസത്തിൽ സ്കൂളിൽ പോയിരുന്നു എങ്കിലും പിന്നീട് 8 കുട്ടികളും പൂർണ്ണമായും പഠനം നിർത്തിയിരിക്കുകയാണ്. വനത്തിലാണ് ചിങ്ങക്കല്ല് ഉന്നതി. ഇവിടെ നിന്ന് 4 കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം സ്കൂളിലെത്താൻ. ITDPയോ പഞ്ചായത്തോ വിദ്യാഭ്യാസ വകുപ്പോ കുട്ടികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കാത്തതാണ് പഠനം മുടങ്ങാൻ കാരണം. LKG മുതൽ 4ാം ക്ലാസ് വരെ കല്ലാമൂല GLP സ്കൂളിലും UP മുതൽ ഹയർ സെക്കൻഡറി വരെ പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു ഇവിടുത്തെ കുട്ടികൾ പഠിച്ചിരുന്നത്. നേരത്തെ പഞ്ചായത്ത് മുഖേന ITDPയും സ്കൂളിലെ ചില അധ്യാപകരും PTAയും എല്ലാം ചേർന്ന് യാത്രാ സൗകര്യമൊരുക്കിയാണ് കുട്ടികളെ സ്കൂളിൽ എത്തിച്ചിരുന്നത്. നേരത്തെ ഗ്രാമപഞ്ചായത്ത് മുഖേന ITDP ഗോത്രസാരഥി പദ്ധതി വഴിയാണ് ആദിവാസി കുട്ടികൾക്ക് യാത്രാ ചെലവ് നൽകിയിരുന്നത്. അതിനു പകരം പഞ്ചായത്തുകളെ ഒഴിവാക്കി ITDP നേരിട്ട് ഗോത്രവാഹിനി എന്ന പദ്ധതിയിലാണ് ആദിവാസികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നത്. ഈ പദ്ധതിയും ചിങ്ങക്കല്ലിലെ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടില്ല. ITDP ഫണ്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കുട്ടികളെ ഓട്ടോയിലെത്തിച്ചെങ്കിലും പണം കിട്ടാതെ വന്നതോടെ ഓട്ടോ ഡ്രൈവർമാർ ചിങ്ങക്കല്ലിലെത്തി കുട്ടികളെ കൊണ്ടുപോകാൻ മടിക്കുകയാണ്. ഉന്നതിയിൽ നിന്ന് 4 കിലോമീറ്ററോളം നടന്ന് യാത്ര ചെയ്ത് വേണം കുട്ടികൾക്ക് LP സ്കൂളിലെത്താൻ. ഹൈസ്കൂളിലെത്താൻ 6 കിലോമീറ്ററോളം സഞ്ചരിക്കണം. ഇങ്ങനെ എല്ലാ ദിവസവും നടന്നു പോകാൻ കഴിയില്ലെന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞു. നേരത്തെ സ്കൂൾ അധികൃതർ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ ITDP അധികൃതർ പണം നൽകാൻ തയ്യാറാകാതെ വന്നതോടെ ഓട്ടോ കൂലി വളരെയധികം കുടിശ്ശികയായി. ഓട്ടോ കൂലി ലഭിക്കാത്തതിനാൽ ഓട്ടോ ഡ്രൈവർമാർ ഇപ്പോൾ വിസമ്മതിച്ചതാണ് വീണ്ടും അവതാളത്തിലാവാൻ കാരണം. ആദിവാസികളുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ITDP യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നാണ് വസ്തുത. സ്വന്തമായി യാത്രാ ചെലവ് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കുട്ടികളുടെ പഠനം പാടെ നിലച്ചിരിക്കുകയാണ്. ആദിവാസി കുട്ടികളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ITDP തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ ബാലസഭ പോലുള്ള സംവിധാനങ്ങളുടെയും പദ്ധതികളും പരിപാടികളൊന്നും ചിങ്ങക്കല്ല് ഉന്നതിയിൽ എത്തുന്നില്ല. ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ITDP അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണുള്ളത്. ITDP അധികൃതരുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സ്ഥലം MLAയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ A.P. അനിൽകുമാർ പറഞ്ഞു. അത് ITDP ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. 2 കുട്ടികളാണ് പ്രയാസമുള്ളത്. അത് തിങ്കളാഴ്ച മുതൽ നാളെ മുതൽ പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ITDP ചെയ്യും, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് അതിന് ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതൊരു എങ്ങനെ ഒരു വീഴ്ച വന്നതാണ്. നാളെ മുതൽ അത് കുട്ടികൾ സ്കൂളിൽ പോകും. പുല്ലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ ബസ്സിൽ തന്നെ യാത്രാ സൗകര്യം ഒരുക്കിയതായും വാർഡ് മെമ്പർ VP ഭാസ്കറും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.